വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് കേരള തേങ്ങാ ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഒരുവിധം നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 5-6 കറിവേപ്പില. ഇനി ഇത് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ആദ്യം വറ്റൽമുളക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വറ്റൽമുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ, വെളുത്തുള്ളി, പുളി, ഇഞ്ചി, ഉപ്പ്, ബാക്കിയുള്ള തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കറിവേപ്പില ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം അവസാനമാണ് അരയ്ക്കേണ്ടത്. അരച്ചിട്ട് ഒട്ടും ഈർപ്പം തോന്നുന്നില്ലെങ്കിൽ 1-2 തുള്ളി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ നിന്ന് മാറ്റി ഒന്ന് ഉരുട്ടിയെടുക്കാം. കേരള തേങ്ങാ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇത് ദോശയുടെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.